ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുട്ടികളെ രണ്ടുപേരും അവിടെ കിടന്ന് ബഹളം വെക്കുക. അതിനും കൂടി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. വിഷ്ണു എവിടെ കൊണ്ടുപോകുന്നാ നീ പറഞ്ഞു വരുന്നേ? ബീച്ചില്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവേട്ടൻ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവല്ലോ. കുട്ടികളുടെ മുമ്പിൽ കിടന്ന് അനുഭവിക്കുന്ന മൊത്തം ഞാനല്ലേ. നീ എന്ത് അനുഭവിക്കുന്നു നീ പറയുന്നേ? ഓരോരുത്തർ ഓരോ മോഹന വാഗ്ദാനങ്ങൾ നടത്തിയിട്ട് അങ്ങ് പോവും. അവർക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. വീട്ടിൽ നിൽക്കുന്ന എന്നോടല്ലേ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നേ. എന്റെ ഒരു തലവിധി. അവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ഏയ് ശാലിനി, നീ എന്താടി കാര്യങ്ങളൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ആ, അമ്മ മിണ്ടായിരിക്കാം. എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഉറങ്ങുന്നില്ല രണ്ടാളും? ഞങ്ങക്ക് ബീച്ചിൽ പോണമെന്ന് പറഞ്ഞാൽ ബീച്ചിൽ പോണം. ഞങ്ങളെ വിഷ്ണുസും കൊണ്ടുപോന്ന് പറഞ്ഞാ. പോണോടി, നിനക്ക് ഇപ്പൊ തന്നെ ബീച്ചിൽ പോണോന്ന്? ഏയ് പോണോന്നാ ചോദിച്ചത്. ശാലിനി, ഞങ്ങളെ വിഷ്ണുസും കൊണ്ടുപോന്ന് പറഞ്ഞാ. ഒരാളും ഇവിടുന്ന് എവിടേക്കും പോകുന്നില്ല. രണ്ടെണ്ണത്തിന്റെ ഒച്ച ഇവിടെ പൊങ്ങിയാലുണ്ടല്ലോ. ഞങ്ങക്ക് ബീച്ചിൽ പോണം. വാ പുത്തടി, വാ പുത്തന്നെ പറഞ്ഞേ. ശാലിനി, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഇല്ലമ്മേ, ഇവരുടെ ഈ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുത്താലേ ഇനി ഇവര് ചോദിക്കുന്നത് മറ്റു പലതുമായിരിക്കും. ഇനി ഇവിടെ ബീച്ചിന്റെ കാര്യം മിണ്ടി പോരുത്. വിഷ്ണുവേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവേട്ടന് സൗകര്യമുള്ളപ്പോ കൊണ്ടുപോകും, അല്ലെങ്കിൽ എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ കൊണ്ടുപോകും. നിങ്ങൾ പറഞ്ഞിട്ടല്ലോ നിങ്ങൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നേ. അതുകൊണ്ട് ബീച്ചിലൊക്കെ ഞങ്ങൾക്ക് തോന്നുമ്പോ കൊണ്ടുപോകും. കരഞ്ഞു കാര്യം നേടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം രണ്ടും. ഇനി ഇവര് ബീച്ചിന്റെ കാര്യം പറഞ്ഞ എന്നോട് വന്ന് പറഞ്ഞാ മതി, അല്ലാതെ നീ ഒറ്റയ്ക്ക് അങ്ങ് വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. പറഞ്ഞത് മനസ്സിലായോ രണ്ടെണ്ണത്തിന്? ശാലിനി, നീ ഇങ്ങ് വന്നേ. ഇവര് ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട്. തൃപ്തിയായല്ലോ രണ്ടുപേർക്കും. ഇനി ബീച്ചിൽ പോണെന്ന് രണ്ടുപേരും മിണ്ടി പോകരുത്. ഞങ്ങക്ക് ബീച്ചിൽ പോണെന്ന് പറഞ്ഞാൽ ബീച്ചിൽ പോണം. എന്താ മോളെ ഇതൊക്കെ? എന്താ ഇങ്ങനെ പോയാ എന്നെ ഏതെങ്കിലും മനോരോഗ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും അമ്മ. അത്രയ്ക്കധികം പ്രഷർ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരു സപ്പോർട്ട് തരേണ്ട വിഷ്ണുവേട്ടനും എന്നെ ഉപേക്ഷങ്ങ് പോയില്ലേ? ഉപേക്ഷിച്ചു പോയെന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെയൊക്കെ പറയുന്നമ്മേ, ഓരോരുത്തർ ഓരോ രീതിയിലാ പറയുന്നത്. എന്താ നടന്നിരിക്കുന്നെന്ന് നമുക്കറിയില്ലല്ലോ. എന്റെ ചുമലിലെടുത്ത് വെച്ച് തന്നിരിക്കുന്നതേ ചെറിയൊരു ഭാരമൊന്നുമല്ല, വലിയൊരു പർവ്വത കുന്ന് തന്നെയാ. ഞാൻ കുഴഞ്ഞു വീണു പോകുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. എല്ലാം എന്റെ തലയിൽ വെച്ച് തന്നിട്ട് എവിടെയോ പോയി സ്വാതന്ത്ര്യത്തോടെ നിൽക്കല്ലേ വിഷ്ണുവേട്ടൻ? നിക്കട്ടെ, എവിടെയാന്ന് വെച്ചാ പോയി നിക്കട്ടെ.